ഞാൻ ഉടായ്പെല്ലാം നിർത്തി എന്നെ ജീവിക്കുവാൻ അനുവദിക്കൂ. കടപ്പാക്കട ബാബ. കഞ്ഞിക്കുഴി ബാവയ്ക്ക് ബദലായി കടപ്പാക്കട ബാവ എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത കൊടുക്കുകയുണ്ടായി. ഭാരതീയ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ ഒരു ചിഹ്ന സഭയുണ്ടാക്കുകയും പരിശുദ്ധ ബസേലിയോസ് ഡോക്ടർ യാക്കോബ് മാർ ഗ്രിഗോറിയോസ് പ്രഥമൻ കാതോലിക്ക ബാവ എന്ന് സ്വയം നാമകരണം ചെയ്യുകയും സുറിയാനി സഭയിലെ ബിഷപ്പുമാരെ പോലെ 5 മീറ്റർ ചുവന്ന തുണിയും വാങ്ങി ഒരു നൈറ്റിയും അഴിച്ചിട്ടിട്ട് തലയിൽ ഒരു തുണിയും കെട്ടി ഒരു വടിയുമായി അല്പസ്വല്പം കൂതാശകളും വ്യാജ സർട്ടിഫിക്കറ്റ് കച്ചവടവുമായി അല്ലലും അലച്ചിലുമില്ലാതെ കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾക്കെതിരെ വാർത്ത വരികയും തുടർന്നുണ്ടായ അന്വേഷണത്തെ തുടർന്ന് അറസ്റ്റിലാകുകയും പരിപാടി കൂട്ടുകയും ചെയ്തത്. പരിശുദ്ധന് വീണ്ടും ചെറിയൊരു അനക്കം വെച്ചു എന്ന് ഞങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ മേൽപ്പറഞ്ഞ വാർത്ത കൊടുത്തത്. അതോടെ വീണ്ടും പരിശുദ്ധ ജെയിംസ് ബാവയ്ക്ക് വീടിന് പുറത്തിറങ്ങുവാൻ വയ്യാത്ത അവസ്ഥയായി. അങ്ങനെ അദ്ദേഹം ഇന്നലെ എന്നെ വിളിക്കുകയുണ്ടായി. എന്നെ കൊല്ലരുത് എന്ന അപേക്ഷയുമായാണ് പരിശുദ്ധ പിതാവ് വിളിച്ചത്. തന്നേക്കായാലും വലിയ തീവട്ടികൾ ഈ വേഷവും കെട്ടി തീവട്ടിക്കൊള്ളയും ആഭാസത്തരവും കാണിച്ച് ജനങ്ങളെ വഞ്ചിച്ച് കോടികൾ തട്ടുന്നതിന് ആർക്കും കുഴപ്പമില്ല. വയറ്റിപ്പിഴപ്പിന് ഒരു നൈറ്റി ഇട്ടതാണോ എൻ്റെ കുറ്റം എന്ന അദ്ദേഹത്തിൻ്റെ കണ്ണീരോടെയുള്ള ചോദ്യം ആരുടെയും മനമലിയിക്കും. ഇനി മേലാൽ യാതൊരു തരകടയും ഇല്ലാതെ ജീവിക്കാമെന്നും യാതൊരുവിധ തട്ടിപ്പുകളും ആത്മീയ കൃഷിയും നടത്തില്ല എന്നും അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. സംഗതി മൊത്തം വിവാദമായി ഇപ്പോൾ കച്ചവടവും കൂട്ടി വീട്ടിലിരിക്കുകയാണത്രേ അദ്ദേഹം. ജെയിംസ് ബാബ ഞാനുമായി നടത്തിയ സംഭാഷണം കേൾക്കുക. ഞങ്ങളിത് നൽകുന്നതിൻ്റെ ഉദ്ദേശം തരികടകളുമായി നടക്കുന്ന മെത്രാന്മാർ ജെയിംസ് ബാബയെ പോലെ മനസ്താപമുണ്ടായി ഒന്ന് നന്നായിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ഞാൻ കൊല്ലത്തുനിന്ന് ജെയിംസ് ജോർജ് എന്ന് പറയും. പണ്ടൊരു ബിഷപ്പായ ഒരാളാണ്. ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ അത് തന്നെ മോനെ. അത് ഒന്നും ഇല്ല മോനെ. ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഒരു പൊതുപരിപാടിക്ക് പോലും പോകാറില്ല. ഇവിടെ ഇപ്പോഴും ഇത്തരത്തിൽ പരിപാടികൾ വീണ്ടും ആരംഭിച്ചു എന്ന് കേട്ടു. എന്ത് പരിപാടി മോനെ? വീണ്ടും സർട്ടിഫിക്കറ്റിന്റെ പരിപാടികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ നിലയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു. അവര് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അല്ലാതെ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇല്ല പറഞ്ഞോണം വയസ്സ് 62 അവസരം വർധനം രോഗി എന്ന നിലയിൽ ഇവിടുന്ന് ഞാൻ പുറത്തോട്ട് പോകാറില്ല. ഒരു 7 വർഷമായി ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ട് പിന്നെ എന്ത് സംഭവിക്കുമ്പോഴും ദൈവജന സ്തോത്രം ചെയ്ത് എൻ്റെ കർത്താവിനെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കുക. അല്ലാതെ ഞാൻ ജന്മം കൊണ്ട് ഓർത്തഡോക്സുകാരനാണ്, കർമ്മം കൊണ്ട് ഓർത്തഡോക്സുകാരനാണ്. എന്നെ സത്യവിശ്വാസം പഠിപ്പിച്ചത് ആ പിതാക്കന്മാരാ. എന്തുകൊണ്ടാണ് പിന്നെ ആ സഭയിൽ നിന്ന് വിട്ട് അങ്ങനെ ഒരു പുതിയ സഭ തന്നെ ഉണ്ടാക്കിയത്? സഭയിൽ നിന്നൊന്നും വിട്ടുപോയതൊന്നുമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ബിഷപ്പ് കൂടെ വന്നു. അദ്ദേഹം പറഞ്ഞു ഇനിയുള്ള കാലം ദൈവവേലയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നും പറഞ്ഞ് എന്നെ അച്ഛനാക്കിയതാ. ആ അച്ഛനാക്കി കഴിഞ്ഞപ്പം എനിക്ക് സ്വതന്ത്രമായിട്ട് നമ്മൾ 2 വള്ളത്തെ കാലുകുത്താൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് അന്ന് ഇന്നും കൊട്ടാരക്കര പട്ടമല സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളും എൻ്റെ അപ്പച്ചനും അമ്മയൊക്കെ അടക്കിരിക്കുന്നു. എല്ലാം അവിടെയാണ്. എനിക്ക് വൈകാരിക ബന്ധമുള്ളതും അവിടെയായിട്ടാണ്. ഇന്ന് ഇപ്പം സത്യത്തിൽ ഇങ്ങനൊരു സമയത്തൊരു ബിഷപ്പായി എന്നുള്ളതല്ലാതെ ഇന്നിപ്പം നമ്മൾ സഭാ പ്രവർത്തനങ്ങളൊന്നുമില്ലേ. അങ്ങനെ ജീവിതത്തിൽ ഒരിടയ്ക്കിൽ പോലും പരിശുദ്ധ ദൈവം ഒരുവനല്ലാതെ പരിശുദ്ധനായിട്ട് ആരുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പരിശുദ്ധ പല മീറ്റിങ്ങുകളിലും പോയിട്ടുള്ളപ്പം പലരും അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ പോലും ഞാൻ അവരെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. ദൈവം ഒരുവനല്ലാതെ പരിശുദ്ധനായിട്ട് ഈ ലോകത്ത് ആരും അവതരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ സഭയുടെ തലപ്പത്ത് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് സഭയിലെ പിതാക്കന്മാരെ ഞാൻ പരിശുദ്ധ പിതാവെന്ന് വിളിച്ചിട്ടുണ്ട്. അല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ സെഫി അവരിപ്പോ പറഞ്ഞത് അവര് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തു. അവരിപ്പോൾ ഈ ഒരു വ്യാപാരമാണ് ചെയ്യുന്നത്. ബിഷപ്പിന് ഒരു പട്ടത്വം നൽകി അവരിങ്ങനെ ആൾക്കാരെ തട്ടിപ്പിലാക്കി ഈ താങ്കൾ അങ്ങനെ ഒരു തട്ടിപ്പിൽ പെടുകയായിരുന്നോ യഥാർത്ഥത്തിൽ നടന്നത്? അല്ല, അന്ന് ഇതുപോലെ ഇതൊരു കച്ചവടമായിട്ടല്ല അവർ ചെയ്തത്. അന്ന് ബിഷപ്പുമാരെ വഴിക്കുന്നതിന് പണം വാങ്ങിച്ചിട്ടുണ്ടെന്നല്ല. ഇന്ന് തമിഴ്നാട്ടുകാരുടെ ആ ഒരു സെറ്റപ്പിൽ തന്നെ അവര് 4 ലക്ഷം 5 ലക്ഷം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ബിഷപ്പുമാരെ വഴിക്കുന്ന ഒരു ചടങ്ങുണ്ടായി. അതിന്റെ പേര് തിരുവല്ലയിൽ വെച്ച് ബിഷപ്പിനെ അവർ വഴിക്കാൻ വന്നപ്പോൾ ഞാൻ തന്നെ അതിന് തിരുവല്ല കോടതിയിൽ കേസ് കൊടുത്ത് ആ ബിഷപ്പ് ഓർഡിനേഷൻ നടത്താൻ അനുവദിക്കാതിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് പണമൊന്നും അവർ വാങ്ങിയില്ല മോനെ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ബിഷപ്പുമാർക്ക് അവരുടെ വണ്ടിക്കൂലി കൊടുത്തു. വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ 5000-6000 രൂപ. ടിക്കറ്റ് എടുത്ത് കൊടുത്താ, അല്ലാതെ വേറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഓർഡിനേഷൻ ചടങ്ങിന് വരുമ്പോൾ കൊടുക്കണമല്ലോ. താങ്കളുടെ ഡോക്ടറേറ്റ് ആരാണ് നൽകിയത്? പിന്നെ ഡോക്ടറേറ്റ് എന്നൊക്കെ ഇവർ പറയുന്നില്ലേ ഉള്ളൂ. ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് പോകാൻ അറിയാവോ? പിന്നെ ഇത് വരുമ്പോൾ ഡോക്ടർ ഇന്നാര്, ഞാൻ ഡോക്ടറല്ല. ഞാൻ അല്ലാതുള്ള ബേസിക് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ആളാണ്. താങ്കൾക്ക് ഇവർ പറയുന്ന പോലെ ഡോക്ടറേറ്റും ഇല്ല? എനിക്ക് അവരുടെ ഡോക്ടറേറ്റ് ഒന്നും ആവശ്യമില്ല.
അവരൊരു സർട്ടിഫിക്കറ്റ് തന്ന് ഇങ്ങനെ ആ ഡോക്ടറാന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവത്തില്ലല്ലോ. എനിക്കങ്ങനെ ഡോക്ടറേറ്റ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഒന്നും ഒരു കാര്യം ഉപയോഗിക്കുന്ന ആളല്ല. പിന്നെ ദൈവത്തെ വിളിച്ച് ഇനിയുള്ള സമയം അങ്ങ് പോകുന്നു. എനിക്കിപ്പോൾ ബിഷപ്പ് എന്ന നിലയിൽ എൻ്റെ ഇവിടെ തന്നെ കുർബാനയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്, ത്രോണോസ് ഉണ്ട്, അതിൽ കുർബാന എടുക്കുന്നു. താങ്കൾ പറഞ്ഞു താങ്കൾ ഇപ്പോഴും ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇപ്പോൾ 7 വർഷമായില്ലേ. അത് ഓർത്തഡോക്സ് സഭയ്ക്ക് ബദലായിട്ടല്ലല്ലോ വന്നേക്കുന്നത്. ഞാൻ സ്വതന്ത്രമായിട്ട് എന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല. ഉപയോഗിക്കുന്ന ആരാധനാക്രമങ്ങളൊക്കെ ഏതാണ്? ഓർത്തഡോക്സ് സഭയുടെ അതേ ആരാധനാക്രമവും തക്സയും അല്ലേ ഉപയോഗിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിച്ചുള്ളൂ. ബാക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടി ഞാൻ കുർബാന ചൊല്ലുന്നു? ഇപ്പോ ഞാൻ റെസ്റ്റ് എടുക്കല്ലേ. 7 വർഷമായിട്ട് എന്റെ പേരിൽ ഒരു അപവാദവും കേസും വന്നതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ റെസ്റ്റിലാണ്, എന്റെ വീട്ടിലാ. ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലാതെ പരസ്യമായിട്ട് എവിടെയെങ്കിലും ഒരു കുർബാന അർപ്പിക്കുകയോ മറ്റു ചെയ്തായിട്ട് മോൻ അറിയാമോ? താങ്കൾക്കൊരു പള്ളിയില്ലേ അവിടെ? കൊല്ലത്ത് പള്ളിയുണ്ട്. കൊല്ലത്ത് പള്ളി എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ആവശ്യത്തിനുള്ള പള്ളിയാ. എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ളതാ. പുറത്തുനിന്ന് ആരും വന്ന് ആരാധിക്കുന്നതല്ല. അല്ല, ഞാൻ ഒന്നിനും ബദലല്ല. ഒരാളെയും കുറച്ച് കാണുന്ന ആളല്ല. എല്ലാവരും സന്തോഷമായിട്ട് ഇത് പോണം, ദൈവനാമം മഹത്വപ്പെടണം, അത്രേ ഉള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുവോ? സർട്ടിഫിക്കറ്റ് കച്ചവടമോ പരിപാടികളോ കൂതാശ പരിപാടികളോ ഒക്കെ നടത്തുവോ ഇനിയും? സർട്ടിഫിക്കറ്റ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഇത് 1982 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ എന്നെ ചോദന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണേ. ഇതേ ഉള്ളു എന്റെ പ്രാർത്ഥന. അല്ലാതെ മറ്റൊരാളെ ചെറുതാക്കി കാണാനോ, നമുക്ക് മറ്റൊരുത്തരുടെ ദാസനെ വിധിക്കാൻ ഞാൻ ആരുമല്ല. അവൻ എത്തുന്നെങ്കിൽ അവന്റെ യജമാനന്, അവൻ വീഴുന്നെങ്കിൽ അവന്റെ യജമാനന്. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇപ്പൊ ഇതുവരെ ആയിട്ട്? അങ്ങനെ ഒന്നും ആര് ഭീഷണിപ്പെടുത്താൻ ഞാൻ അങ്ങോട്ടോ അവരിങ്ങോട്ടോ ഇല്ല. എന്റെ പിതാക്കന്മാര് തന്നെയാണ് അവര്. അവരെന്നെ പിതാവായിട്ട് അംഗീകരിക്കണ്ട. അപ്പൊ എന്നെ അവരൊരു പിതാവായിട്ട് അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിടത്തും ഞാൻ പോയിട്ടില്ല. പക്ഷെ അവരെ എല്ലാം ഞാൻ അന്തസ്സായിട്ടാണ് സംബോധന ചെയ്യുന്നത്. അവരെന്റെ പിതാക്കന്മാര് തന്നെയാ. എന്റെ അപ്പച്ചന്റെ പിതാവ് എന്ന് പറയുന്നത് എന്റെ പിതാവല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും അല്ല. എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഇപ്പോഴും ഓർത്തഡോക്സ് പള്ളിയിലും അല്ലാത്ത പള്ളിയിൽ നിന്നൊക്കെ പലരും ഇവിടെ വരും. ഇപ്പം താങ്കളുടെ ഉപജീവനമാർഗം എന്താ? ഒരു ഫാം, ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നപ്പം തമിഴ്നാട്ടിൽ ഒരു ഫാം ഉണ്ട്, ഒരു പോൾട്രി ഫാം, മുട്ടക്കോഴിയുടെ ഒരു ഫാം. അതിൽ നിന്ന് കഷിച്ചൊക്കെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രാവശ്യം മുട്ടയുടെ വില കുറയുകയും തീറ്റയുടെ വില കൂടുകയും ചെയ്തപ്പോൾ അത് ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കാത്തൊരു സാഹചര്യത്തിലാണ്. പിന്നെ ദൈവത്തെ വിളിച്ച് മുമ്പോട്ടങ്ങ് പോകുന്ന പോലെ ഇന്നിപ്പോ ഈ സമയമായിട്ടും ഞാൻ രാവിലെ എഴുന്നേറ്റ് ആ ഒരു മൂട്ടിലങ്ങ് ഇരിക്കുന്നതല്ലാതെ ഒരു മറ്റു കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. ഒരു ചായ പോലും കുടിക്കാൻ ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല. ഞാൻ ആർക്കും എതിരല്ല മോനെ, ലോകത്ത് ആർക്കും എതിരല്ല. ആരും എന്നെക്കാൾ ചെറുതല്ല. എല്ലാവരും നമ്മളെക്കാട്ട് വലിയവരാ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെക്കാട്ട് വലിയവരാ. പിന്നെ ഞാൻ ബിഷപ്പായതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഒക്കെ മോന് പേഴ്സണലായിട്ട് അറിയാൻ. ഞാൻ മോനെന്ന് വിളിക്കുമ്പോൾ പിതാവെന്നുള്ള അധികാരം ഉപയോഗിച്ചിട്ടില്ല. പ്രായമുള്ള ഒരാളത് കൂട്ടിയാൽ മതി മോന്. അങ്ങനൊരു സാഹചര്യത്തിൽ ഒന്ന് കണ്ടാൽ അത് ദൈവം നല്ലതാ. പിന്നെ ഒരു 4 വർഷം മുമ്പ് ഞാൻ മരിച്ചുപോയെന്നും പറഞ്ഞൊരു വാർത്ത ശനിയാഴ്ച രാവിലെ ബസേലിയോസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ കാലം ചെയ്തു. ഇതാണ് വലിയ വാർത്ത. എന്നിട്ട് ശനിയാഴ്ച രാവിലെ അരമന പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടുവന്നപ്പോൾ എനിക്ക് ദേഹാശ്വാസം ഉണ്ടായി. എന്നെ കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ മരിച്ചു. പിറ്റേ ദിവസം വേറൊരാളെ ബിഷപ്പായിട്ട് വാഴിക്കുന്നു. അതിനടുത്ത ദിവസം എൻ്റെ ശവസംസ്കാരം എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കൊടുത്തു. അവസാനം സംഗതി കണ്ടുപിടിച്ച് അതായത് ഈ വാർത്ത ഇട്ട ആള് തന്നെ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ഈ വാർത്തയും പുള്ളിയുടെ സംസാരവും ഒന്നാന്ന് മനസ്സിലായപ്പോൾ എനിക്കറിയാമല്ലോ ആളാരാന്ന്. അങ്ങനെ അത് ഇവിടെ സൈബർ ക്രൈം എടുത്തിട്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെയൊന്നും പോയില്ല. പക്ഷെ അത് അവര് കേസാക്കി. അത് മറുനാടൻ മലയാളി എന്നങ്ങോട്ട് പറയുന്ന ഒരു പത്രത്തിന്റെ ഒരു ചാനലിലോ മറ്റോ വന്ന പോലെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. കാരണം എൻ്റെ യഹോവ എൻ്റെ ആയുസ് എടുക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഇന്നായാലും നാളെ ആയാലും മറ്റന്നാളായാലും നമുക്ക് അവരെ അവധി പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇങ്ങനൊരു വാർത്ത കൊടുക്കേണ്ട പോലും കാര്യം ഞാൻ ഒരിക്കലും സഭയ്ക്കെതിരായിട്ട് നിന്നിട്ടില്ല. എൻ്റെ മാതൃകാ പള്ളി എന്ന് പറയുന്ന പട്ടമല സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയാ. ആ പള്ളിയിലെ വികാരിമാരോടും ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചാലറിയാം. ഞാൻ നല്ല പ്രായത്തിൽ, അതായത് കുഞ്ഞായിരിക്കുമ്പം തന്നെ വലിയൊരു സുവിശേഷ പ്രസംഗം എന്ന നിലയിൽ സ്ഥാനം തന്ന് എനിക്ക് മാന്യത തന്ന എൻ്റെ പള്ളി. അല്ലാതെ അവിടെ ഒരു തർക്കമോ ഒരു വഴക്കോ ഒരു പ്രശ്നമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല.
എന്റെ സഹോദരങ്ങളോട് പോലും എന്റെ അപ്പച്ചനോടും അമ്മയോട് പോലും ഈ പുതിയ രൂപകരണത്തിലേക്ക് വരാൻ പറഞ്ഞില്ല. അങ്ങനെയൊന്നുള്ളൊരു സാഹചര്യത്തിലല്ല നമുക്ക് വേറൊരാളെ ഇങ്ങോട്ട് ചേർക്കുക, കർത്താവിന് ആളിനെ കൂട്ടി കൊടുക്കുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ജോലി. മനസ്സിലായില്ല? നമുക്ക് നമ്മുടെ ഒരു മനസ്സമാധാനം, നമ്മുടെ സന്തോഷം, ദൈവം തരുന്നൊരു പദവി. അതായത് അഹറോനെ പോലെ ദൈവം വിളിച്ച് വേർതിരിച്ചവനല്ലാതെ ആരും അങ്ങനെ ആയിത്തീരുന്നില്ല എന്നുള്ള വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. അല്ല, ഞങ്ങളിപ്പോൾ ഈ വാർത്ത കൊടുക്കുവാൻ കാരണം താങ്കൾ ഇപ്പോൾ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2-3 പേര് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. ഇത്തരത്തിൽ അഡ്മിഷന്റെയും സർട്ടിഫിക്കറ്റുകളുടെയും ഒക്കെ കാര്യങ്ങൾ നീക്കുന്നതായുള്ള വിവരം ലഭിച്ചാണ് ഞങ്ങളത് കൊടുത്തത്. അതൊക്കെ അവർക്ക് ആകാം മോനെ, അവരൊക്കെ എന്തോ അല്ലോ ആകാം. ഇപ്പം നമ്മൾ ചെയ്യാവുന്നതെന്ന് പറയുന്നത് എത്രയോ എടുത്ത ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്ററുകൾ നടക്കുന്നു. ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടും. അവരുടെ ഒരു 10% 5% ഓരോ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് കിട്ടും. ഇപ്പൊ നേഴ്സിംഗിന് ഒരു കുട്ടിയെ അഡ്മിഷൻ എടുത്തു കൊടുത്താൽ ആ കോളേജിൽ പഠിക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരടയ്ക്കുന്ന ഫീസിൽ നിന്നൊരു ഇച്ചിരി പൈസ നമുക്ക് തരും. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഇതൊന്നും വെച്ച് ഒരു ലെറ്റർ ഹെഡ് പോലും അടിച്ച് അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് പോലും അടിച്ച് ഇന്നതൊന്നും പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഒരാളല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മറ്റൊന്നും കൊണ്ടല്ല, ഈ കൊടുത്ത വാർത്തനല്ല. ഞാൻ കൊല്ലത്താണ് ഉള്ളത്. കൊല്ലത്ത് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വലുതാക്കി കൊണ്ടുപോകാതെ ആരെങ്കിലും ഒരു തെറ്റെവിടെങ്കിലും ചെയ്തു പോയെങ്കിൽ അവരോട് ക്ഷമിക്കുക എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഞാൻ എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുക. എനിക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇനിയും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കുമോ? ഒരു തെറ്റും ഞാൻ ആവർത്തിക്കത്തില്ല. ഒരു തെറ്റും ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യത്തിലേക്ക് ഇനിയും ഈ പറഞ്ഞ ആത്മീകമായ രീതിയിലോ അല്ലെങ്കിൽ ഭൗതികമായ രീതിയിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അത് വ്യാജരേഖ ചമയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ താങ്കൾ ഇടപെടുമോ? ഇനിയും ആത്മീകമായ രീതിയിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിച്ചതിന് ഒരു 10 പൈസ അല്ലെങ്കിൽ വണ്ടിക്കൂലിയെങ്കിലും എവിടെന്നെങ്കിലും വാങ്ങിച്ചായിട്ട് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. ഒരാൾക്കും ജീവിതത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതായിരുന്നു സഭയിലും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. വേറെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ സാമ്പത്തിക ഇടപാടുകൾ ഇല്ലാത്തൊരു സംവിധാനമായിരുന്നു എന്റെ സഭ എന്ന് പറയുന്നത്. എന്റെ സഭയെന്നല്ല, ദൈവം അന്നേരം ഉണ്ടാക്കിയ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇനി ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ടൊന്നറിഞ്ഞിട്ട്, കാരണം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ജന്മന ഇടതുകാലിന്റെ സ്വാധീനം കുറവാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രായാധിക്യം കൂടെ ഉണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കിനി ലോകത്ത് ഒന്നും നമ്മളെക്കാട്ടിയൊക്കെ എത്രയോ വലിയവർ ഈ ലോകത്ത് ജീവിച്ചു പോയി, വല്ല ഓർമ്മയുണ്ടോ? ഇനി എത്രയോ ചെറിയവര് ജീവിക്കുന്നു, അവരെ കുറിച്ച് ആരെങ്കിലും ഓർമ്മിക്കുമോ? പിന്നെ നമ്മൾ എന്താകാനാ മോനെ? ഒന്നും ആകാനില്ല. ഇനിയും എന്ന് പറയുമ്പോ ഇപ്പോൾ നടക്കുന്നു ഉള്ള വലിയ വരുന്ന ഇപ്പോഴും ഇല്ല, ഇനിയും ഇല്ല, ഇപ്പോഴും ഇല്ല. പിന്നെ ഒരു കാലത്ത് ഒരു തെറ്റിദ്ധാരണ പുറത്ത് ഒരു കേസ് ഉണ്ടായതിന്റെ ആ കേസിന്റെ കുറ്റപത്രം കോടതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിസ്താരം തുടങ്ങിയിട്ടില്ല, വിചാരണ തുടങ്ങുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു തരത്തിലും ഈ ലോകത്ത് എന്റെ രാജ്യത്തെ നിയമമാണ് എന്റെ വേദപുസ്തകവും കൂടെ. ആ രാജ്യത്തെ നിയമത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചേ ഞാൻ പോകത്തുള്ളൂ. പിന്നെ മനുഷ്യനെന്ന നിലയിൽ എന്തെങ്കിലും പാകപ്പെടലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ അവർക്ക് പല ആവശ്യങ്ങളും സാധിക്കാനായിട്ട് ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. നടക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ അല്ലെ അവരെ ആഗ്രഹിക്കാത്ത, അവരൊക്കെ വിചാരിച്ചിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് കുറെ പൈസ ബ്ലോക്ക് ചെയ്ത് അല്ലെ കുറെ പുരയിടം ബ്ലോക്ക് ചെയ്ത് വെച്ചപ്പോ ഞാൻ ലോക കോടീശ്വരനാന്നാ. ഞാൻ ഒന്നുമല്ല. എന്റെ പേരിൽ അവര് ഒരു പള്ളിയാണ് എൻഫോഴ്സ്മെന്റ് എടുത്ത് വെച്ചേക്കുന്നത്. 2 കല്ലറയാ. ഈ പള്ളിയും കല്ലറയൊക്കെ എന്തിനു വേണേ? എനിക്ക് എന്തോ ചെയ്യാനാ? എനിക്ക് വിറ്റുകാശാക്കാനാന്നോ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ആരോടും ഒരു പരാതി കേസ് എടുത്തവരോടും ഇല്ല, കേസ് അന്വേഷിച്ചവരോടും ഇല്ല. വലിയ രീതിയിലെന്ന് പറഞ്ഞാൽ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ആ പത്രങ്ങളിലെല്ലാം ഈ പറയുന്ന വലിയ വലിയ ടീമുകൾ അവര് പരസ്യം കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അത് മനോരമയിലും ഉണ്ട്, മാതൃഭൂമിയിലും ഉണ്ട്, കൗമുദിയിലും എല്ലാത്തിലും ഉണ്ട്. അതിന് പത്രക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ഒരു കോളം കുറേ നാളുകളായിട്ട്, അതായത് എന്റെ കേസ് തുടങ്ങിയതിന് ശേഷം 5 സെന്റിമീറ്റർ ഒരു കോളം അവർ ഒഴിച്ചിട്ടിട്ട് പറയും ഈ പറയുന്ന വാർത്തകളിലൊന്നും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, എല്ലാം അവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ അന്വേഷിച്ച് ചെയ്തോണം. ഇതാണ് നമ്മളെ കാണുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു ജീവിച്ചു പോകാനായിട്ട് വലിയ ആർഭാടമൊന്നും അല്ലെങ്കിൽ ഇന്ന സമയത്ത് ആഹാരം കഴിക്കണമെന്നൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ. ഇനിയിപ്പോ ഒരു ജാടയും നമുക്ക് ഈ ലോകത്ത് കാണിക്കാനില്ല. ഇനിയിപ്പോ 10 കൊല്ലം കൂടെ ദൈവം തരുന്നിരിക്കട്ടെ. ആ 10 കൊല്ലം കൂടെ തന്നാലേ 2000 വർക്കിംഗ് ഡേ ഉള്ളൂ. ആ 2000 വർക്കിംഗ് ഡേ കൊണ്ട് ഈ ലോകത്തെ ഇളക്കി മറിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല പോലെ. 2 ദിവസം കൊണ്ടും പറ്റത്തില്ല. എനിക്കതിന്റെ ആവശ്യമില്ല.
അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുക, എന്റെ പ്രാർത്ഥന ഇങ്ങനെയാ: ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അല്ലാതെ വേറൊരാളുടെ കുറ്റം കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാനോ, അല്ലെ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് എനിക്ക് വലിയവനാകാനോ. വലിയവനല്ല മോനെ. ഒരു പാക്ക് നമ്മൾ നീട്ടിലിടുമ്പം 10,000-കണക്കിന് കൃമികൾ അത് കിടന്നു മുളയ്ക്കും. അതിലൊരു കൃമി, ഒരു ഇച്ചിരി മണ്ണെണ്ണ അതിനകത്ത് വീഴുമ്പോൾ എല്ലാം പോവും എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഒരുപാട് വലിയവരെയും ചെറിയവരെയൊക്കെ ഈ ലോകം കണ്ടതാ. അതൊന്നും ഒരു പ്രശ്നത്തിന് ദൈവം തരുന്നത് എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്ത്. അപ്പം ഞാൻ ഒരു തെറ്റിലേക്ക് പോകുന്നു എന്ന് ആർക്കെങ്കിലും ഒരു സംശയം വരുന്നതന്നെ എനിക്ക് നല്ലതായിരിക്കും. കാരണം അത് എന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നു, എനിക്ക് തെറ്റിത്തിരുത്താൻ പറ്റുന്നു. മനസ്സിലായില്ലയോ? അല്ലാതെ ഇത് ഇട്ടവരോടൊന്നും എനിക്ക് പ്രതികാരമോ വൈരാഗ്യമോ വിഷമോ അല്ലെങ്കിൽ ഭീഷണിയോ ഒന്നും അല്ല മോനെ. അങ്ങനെ സംഗതി ഇതുമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യണേ എന്ന് മാത്രമേ. നിങ്ങളുടെ ഫുൾ നെയിം എങ്ങനെയാണ്? എന്റെ യഥാർത്ഥ പേര് ജെയിംസ് ജോർജ് എന്നാണ്. അത് കഴിഞ്ഞ് സഭ നാമകരണം ചെയ്യപ്പെട്ട് തന്നു കഴിഞ്ഞപ്പോൾ അന്ന് സെഫി ഡയോസിസിലെ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ബിഷപ്പുമാർ വന്ന് അവർ നാമകരണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ യാക്കോബ് എന്ന് പറഞ്ഞാൽ ജെയിംസ് എന്നുള്ളതിന്റെ മലയാളം അല്ലയോ. അല്ലാതെ അവിടെ നിന്ന് നമ്മളൊന്നും കെട്ടിയിറക്കി ഒരു പേരും കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പം അതിനകത്തൊന്നും ഒരു കാര്യമില്ല. എനിക്ക് ഇങ്ങനെ ഞാനായിട്ട് ജീവിച്ച് മരിച്ചാൽ ഈ സെഫി എന്ന് പറയുന്ന അണ്ണാച്ചിമാർക്ക് ഓർത്തഡോക്സ് സഭയുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ ഭാരതീയ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞൊരു ഒരു സഭ അവർക്ക് വിരിച്ചിറക്കി അവിടെ ഒരു ബിഷപ്പിനെ വാഴിക്കാനുള്ള എന്ത് യോഗ്യതയും അധികാരവും അവർക്കുള്ളത്? അല്ലല്ല. ഈ സെഫി എന്ന് പറയുന്നത് ചർച്ച് ഓഫ് എപ്പിസ്കോപ്പൽ ഫെലോഷിപ്പ് ഇന്റർനാഷണൽ എന്നാണ് അതിന്റെ ഫുൾ പേര്. അപ്പൊ അവര് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ ഘോഷണത്തിന് പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് അവർക്ക് മാന്യത കൊടുക്കാൻ വേണ്ടി അവര് ഒരു സഭയായിട്ട് എപ്പിസ്കോപ്പൽ അവർക്ക് തോന്നുന്നതല്ല, അവർക്ക് തോന്നുന്നൊന്നുമല്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ എനിക്ക് പട്ടം തരുമ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. എനിക്ക് പട്ടം തരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അത് കഴിഞ്ഞ് അവർ വ്യവസായമാക്കിയത് കുറെ കാലങ്ങൾ കഴിഞ്ഞാ. ആ വ്യവസായമാക്കിയ സമയത്ത് ഞാൻ മോഡറേറ്റർ എന്നുള്ള പദവി കളഞ്ഞു. സെഫിയുടെ മോഡറേറ്റർ എന്നുള്ള പദവി അപ്പോഴേ കളഞ്ഞു. വാടി കടപ്പുറത്ത് പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർക്ക് ഒരു ക്യാപ്റ്റനുണ്ട്. ആസറാവ് മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ഒരു ക്യാപ്റ്റനുണ്ട്. ഇന്ത്യയുടെ ദേശീയ ടീമിനും ക്യാപ്റ്റനുണ്ട്. അതുകൊണ്ട് ഈ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നതല്ലാതെ എല്ലാ ക്യാപ്റ്റന്മാരും തുല്യരാണോ? എല്ലാ ക്യാപ്റ്റന്മാർക്കും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പിന്നെ അത് അങ്ങനെയല്ല പോലെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതും. എന്റെ വലിപ്പം എനിക്കറിയാം. ഞാൻ ഇന്നതേ ഉള്ളതെന്ന് എനിക്കറിയാം. ഞാൻ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഇത്രയേ ഉള്ളതിനകത്ത് തന്നെ ദൈവമേ കളങ്കം വരുന്നെങ്കിൽ നീ കാത്തോണേന്ന് പറഞ്ഞാൽ നീ എന്നെ ശോധന ചെയ്യാൻ പറയുന്നത്. അല്ലാതെ എല്ലാവരും അമേരിക്കൻ പ്രസിഡന്റ് അളിയന്മാരൊന്നും അല്ലല്ലോ ഈ പിന്നെ കുപ്പായം ഇട്ട് പിന്നെ കാറും കിട്ടി കറ്റുകാരും. അതൊക്കെ അവരവരുണ്ടാക്കുന്ന കാറല്ല. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ എൻ്റെ കൈകൊണ്ട് ചോറ് വാരി തിന്ന് എനിക്ക് മരിക്കണം. പിന്നെ എനിക്ക് ബാത്റൂമിൽ പോയാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കണം. അത് വേറൊരാളുടെ പരസഹായം ഇല്ലാതെ ചെയ്യണം. ഇത്രയുള്ള ആഗ്രഹം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.